ഓക്കെ ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, അപ്പോ ഇന്നത്തെ സെക്ഷനിലേക്ക് കിടക്കാം. വെനസ്ഡേ ആണ് നമ്മുടെ NLP ട്രെയിനർ ആയിട്ടുള്ള പ്രവീണ മാമിന്റെ സെഷൻ ആണ്. അപ്പോ മാമിന് നല്ലൊരു സെഷൻ എടുക്കാൻ വേണ്ടി മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രവീണ മാം, പ്ലീസ് ഗുഡ് വെൽക്കം. മോർണിംഗ്. താങ്ക് യു ഗോപിക. അപ്പൊ ഇന്ന് ഭയങ്കര ശാന്തതയാണല്ലോ. ആകെ എനിക്ക് കാണാൻ പറ്റുന്ന ഗോപികയും മണിസാറിയും മാത്രമാണ്. അപ്പൊ എല്ലാവരും മെഡിറ്റേഷനിൽ നിന്ന് പുറത്ത് വന്നോ അതോ അങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയോ? ഉറങ്ങുന്നത് നല്ലതാണ് കേട്ടോ. മെഡിറ്റേഷൻ കഴിഞ്ഞ് ഉറങ്ങി പോകുന്നതാണ് നമ്മൾ അത്രയും ഉൾക്കൊണ്ട് ചെയ്യുന്നു എന്നതാണ് അർത്ഥം. പക്ഷെ എന്നാലും നമുക്ക് സെഷൻ കേൾക്കണ്ടേ. അപ്പൊ എല്ലാവരും ഒന്ന് കഴിയുമെങ്കിൽ വീഡിയോ തുറന്ന് പുറത്തേക്ക് വരിക. എല്ലാവരും ഒന്ന് കാണുന്നത് സന്തോഷം. എന്തായാലും നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. അതോ ഞാൻ ഇന്ന് എടുത്ത ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ ഇതിങ്ങനെയായി പോയതെന്ന് എനിക്കറിയില്ല കേട്ടോ. നമുക്കറിയില്ല, നമുക്ക് നോക്കാം. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയാൻ നിങ്ങൾക്ക് ആ വേർഡ് കണ്ടപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇതൊരു ജാപ്പനീസ് വേർഡാണ്. ചിൻമൂഗു എന്നാണ് ഇതിന് വായിക്കുന്നത്. ഒരു ജാപ്പനീസ് വേർഡാണ്. അപ്പൊ ആ ഒരു ജാപ്പനീസ് വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ക്വയറ്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ സൈലന്റ് ആയിട്ടിരിക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ ടോപ്പിക് എടുത്തപ്പോ ഇന്നത്തെ മെഡിറ്റേഷനും കൂടി കഴിഞ്ഞപ്പോ ഈ ടോപ്പിക്കിലേക്ക് വല്ലാതെ അങ്ങ് എല്ലാവരും മുഴുകി പോയോ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ സൈലൻസ്, അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഒരു പക്ഷെ ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് കേട്ടോ. നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതും അല്ലെങ്കിൽ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് എപ്പോഴൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സൈലന്റ് ആയിട്ട് ഇരിക്കേണ്ടത്. നമുക്കിതൊന്നും അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തിനാണ് ഇത്തരം ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനും നമുക്കറിയുന്ന കാര്യങ്ങളെ ഒന്നുകൂടി ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ ഇത്തരം സെഷനിലൊക്കെ പങ്കെടുക്കുന്നത്. അല്ലെങ്കിൽ നോക്കൂ, എത്ര കാലമായിട്ട് മണിസാർ ഒരു പക്ഷെ ഞാൻ ഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ബി മാജിക് തുടങ്ങുന്ന കാലം മുതലേ ഞാൻ ഈ ഗ്രൂപ്പിലുണ്ട്. ഒരു പക്ഷെ അതിനുശേഷം കണ്ട അല്ലെങ്കിൽ കുറെ കാലങ്ങളായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് മണിസാർ. മണിസാറിന് ഒരു പക്ഷെ ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് അറിവുള്ള വ്യക്തി തന്നെയാണ്. ഒരുപാട് ജീവിതത്തിലുള്ള എക്സ്പീരിയൻസ്, അനുഭവങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഇത് ഓരോ കാര്യങ്ങളും ഓർത്തെടുക്കുമ്പോൾ ജീവിതത്തിൽ നമ്മൾ മറന്നുപോയ ചില മൂല്യങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പോയി, ചില വാല്യൂസ് കൊണ്ട് നടക്കുന്നതൊക്കെ ഇടയ്ക്ക് നമ്മൾ മറന്നുപോകും. ഒരു പക്ഷെ ഈ ഒരു ക്ലാസ്സും അത്തരം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ ഇതും ഞാൻ ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ്. ഇതിലാകെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ 8 പ്രധാന സിറ്റുവേഷനിലാണ് അത്ര നമ്മൾ എപ്പോഴും സൈലന്റ് ആയിട്ട് ഇരിക്കേണ്ടത്. ആദ്യത്തെ 1-2 കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയുന്നതായിരിക്കും. പക്ഷെ ബാക്കിയുള്ള അവസാനത്തേക്കുള്ള കുറച്ച് പോയിന്റ്സ് വളരെയധികം ശ്രദ്ധയോടുകൂടി നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് ഇന്നു മുതൽ ഞാനും ആ ഒരു പ്രാക്ടീസിലേക്ക് തുടങ്ങുകയാണ്. അപ്പൊ ഈ ക്ലാസ്സിൽ വെച്ച് തുടങ്ങാൻ പറ്റും. ഇന്നലെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വായിച്ചെടുത്ത ഒരു പുസ്തകത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. ഇതെല്ലാം അറിയോ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അറിയാം. പക്ഷെ ആഗ്രഹമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇത് നമ്മൾ പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് സത്യം. അതിലൊന്നാമതായിട്ട് പറയുന്നത് നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ എന്ന് പറയാറുണ്ട്. ശരിയാണ്. പലപ്പോഴും പല ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിരിക്കും 1 മുതൽ 10 വരെ എണ്ണുക, അല്ലെങ്കിൽ പല ടെക്നിക്കുകളാണ്. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡി വല്ലാതെ ഹീറ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് റിയാക്റ്റഡ് ആവുന്ന ഒരു അവസ്ഥയായിരിക്കും നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത്. ആ സമയത്ത് ആദ്യം നമ്മൾ ബോഡിയെ കൺട്രോളിൽ വരുത്താനാണ് നമ്മൾ ഈ 1 മുതൽ 10 വരെ എണ്ണുന്നതും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതും ഒക്കെ. പക്ഷെ എപ്പോഴും ഈ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ശാന്തമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. അത് പ്രാക്ടീസ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സാധ്യമാവുള്ളൂ. നമുക്കിതൊന്നും അറിയാഞ്ഞിട്ടുമല്ല. പക്ഷെ പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എടുത്തടിച്ച് ചിലപ്പം അറിയാതെ മറുപടി കൊടുത്തു പോകും. ഇവിടെ ഇതിന് ഇത്രേ ചെയ്യാനുള്ളൂ. നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ശീലിച്ചേ പറ്റൂ. രണ്ടാമതായിട്ട് പറയുന്ന മറ്റൊരു കാര്യം ഡ്യൂറിങ് എ ഹീറ്റഡ് ആർഗ്യുമെന്റ്സ് എന്ന് പറയാണ്. അതായത് 2 പേര് തമ്മിൽ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണെന്ന് വിചാരിക്കുക. അത് വീട്ടിലായാലും ചിലപ്പോൾ പാർട്ട്ണറോടായിരിക്കും, ചിലപ്പോൾ കുട്ടികളോടായിരിക്കും. അവർ നമ്മൾ പറഞ്ഞത് ഉൾക്കൊള്ളാതിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം. അപ്പൊ അവിടെ ഒരു ആർഗ്യുമെന്റ്സ് നടക്കുകയാണ്. പഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണെങ്കിലോ, ചിലപ്പോൾ നേരത്തെ എഴുന്നേറ്റ് ഒരു സ്കൂൾ ബസ് വരുന്നതിന്റെ സമയം ഒരുപക്ഷെ ലേറ്റ് ആയിട്ടുണ്ടാവും. അവിടെ നമ്മൾ വളരെയധികം ദേഷ്യപ്പെട്ട ഒരു ആർഗ്യുമെന്റ് എപ്പോഴും പറയാറുണ്ട്, നേരത്തെ എഴുന്നേൽക്കണം, ബസ് കൃത്യമായ സമയത്ത്. ഇതൊരു ആർഗ്യുമെന്റ്സ് ആണ്. ഈ ആർഗ്യുമെന്റ്സിന്റെ
സമയത്തും നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും, അപ്പൊ സ്കൂൾ ബസ് വരുന്ന സമയം കുട്ടിയെ ഓർമ്മപ്പെടുത്തണ്ടേ, ആ സമയത്ത് അതൊന്ന് പറയുന്നത് വേണം, വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ ഒരു ദിവസം സ്കൂൾ ബസ് അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കുക എന്നാണ് പറയുന്നത്. ദേഷ്യപ്പെടുമ്പോൾ അതങ്ങ് പോകുമ്പോൾ 2-3 ദിവസം ഇത് ആവർത്തിക്കുമ്പോൾ അന്ന് സ്കൂളിൽ പോകാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകളെ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ആർഗ്യുമെന്റ് സമയത്ത് നമ്മുടെ ബോഡി ആവശ്യമില്ലാതെ ഹീറ്റ് ആവാനും ആവശ്യമില്ലാത്ത ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കാതിരിക്കാനും ഏറ്റവും നല്ലത് ആ സമയത്ത് ആരെങ്കിലും ഒരാൾ, അത് നമ്മളായിരിക്കാനാണ് ഏറ്റവും നല്ലത്, നമ്മൾ ശാന്തമായിട്ടിരിക്കുക. അതിന് കുറച്ച് സമയത്തിന് ശേഷം മറുപടി കൊടുക്കും. ഇത് നമുക്കറിയാത്ത കാര്യമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു, ഇത് പറ്റുന്നില്ല, അതങ്ങ് പെട്ടെന്ന് പറഞ്ഞു പോകും. നമുക്ക് നോക്കാം. ഇനി മൂന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, വെൻ യു ആർ അൺഷുവർ അബൌട്ട് സംതിങ്, നിങ്ങൾക്ക് എന്തിനെയോ കുറിച്ച് അറിയില്ല, അറിയാത്തൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ ആവശ്യമില്ലാതെ സംസാരിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇപ്പൊ നമ്മൾ വിളിച്ചിട്ട് ഒരു വ്യക്തി ഫോൺ എടുക്കുന്നില്ല, പക്ഷെ നമുക്ക് അത്യാവശ്യമായിട്ട് അവരോടൊന്ന് കാര്യം പറയാൻ ഉടനെ നമ്മൾ എന്താ പറയാ, എപ്പോഴും ഈ വ്യക്തി ഇങ്ങനെയാണ്, ആ വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ഇവനോ അല്ലെങ്കിൽ ഇവനോ ഇങ്ങനെയാണ്, വിളിച്ചാൽ ഫോൺ എടുക്കില്ല. നമുക്കറിയില്ല ആ വ്യക്തി ആ ഏത് സിറ്റുവേഷൻ ആണ്, അദ്ദേഹം ഒരുപാട് ദൂരത്താണ്, നമ്മുടെ സമീപത്തുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചെന്ന് പറയും. അപ്പൊ നമുക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ആവശ്യമില്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ അതിന് മറുപടി കൊടുക്കുകയോ സ്വയം സംസാരിക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. ഇനി നാലാമതായിട്ട് പറയുന്ന കാര്യം, ഡ്യൂറിങ് ക്രിറ്റിസിസം, അതായത് നമ്മളെ ഒരാൾ ക്രിട്ടിസൈസ് ചെയ്യാണ്, വളരെ മോശമായി തന്നെയാണ് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ചെറിയ കാര്യങ്ങൾക്കായിക്കോട്ടെ വലിയ കാര്യങ്ങൾക്കായിക്കോട്ടെ, നമ്മൾ ചിലപ്പോൾ ഈ ബി മാജിക്കിന്റെ ക്ലാസ്സിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്ന സമയത്ത് നല്ല ക്ലാസ് ആണ്, അപ്പൊ ചിലപ്പോൾ വീട്ടിലുള്ളവർ തന്നെ തിരിച്ചു ചോദിക്കും, ഈ ക്ലാസ്സിനൊക്കെ പങ്കെടുത്തിട്ടും നിങ്ങൾക്ക് വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ എന്നുള്ളത് ഒരു ക്രിറ്റിസിസമാണ്. ഇത് കേൾക്കുന്ന സമയത്ത് നമുക്കുണ്ട് ഒരു ദേഷ്യം വരാൻ. ഇത് നല്ല കാര്യം, ഞാൻ നല്ല കാര്യമല്ലേ പറയുന്നത്, പിന്നെ അതിന് എന്നെ ഇപ്പൊ തിരിച്ചു കുറ്റപ്പെടുത്തണം. അതൊക്കെ അവിടെ അവരെ പറഞ്ഞോട്ടെ എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് എന്തെങ്കിലും, നമ്മുടെ കുടുംബത്തിലെ വ്യക്തികളും കൂടി നമ്മളോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യാൻ തയ്യാറാകുമ്പോൾ അത് കൂടുതൽ ഭംഗിയുള്ളതാവണം എന്ന് നമ്മളുടെ ഉള്ളിലുള്ള ആഗ്രഹം മാത്രം ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് ബി സൈലന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ചിൻമൂക്കു, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലായിരിക്കുക, അവിടെ മറുപടി ആ സമയം കൊടുക്കേണ്ടതില്ല, നമുക്ക് പറയാനുള്ള കാര്യം മാത്രം പറയുക. ഇനി അടുത്തത്, നമ്മൾ ഒരു പക്ഷെ കൂടുതലും സ്ത്രീകളാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. വെൻ സമ്മൺ ഈസ് ഗ്രീവിങ്, ഒരാൾ വളരെയധികം വിഷമിച്ചിരിക്കാൻ, നമ്മൾ ഒരു മരണ വീട്ടിൽ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ അവിടെ വിഷമിച്ചിരിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യും, പ്രത്യേകിച്ച് സ്ത്രീകളാണ് കൂടുതലും നമ്മൾ ചെയ്തതായിട്ട് ഞാൻ അടക്കം, നമ്മൾ എന്ത് ചെയ്യും, അവരുടെ നമ്മൾ ഒരാളെ വിഷമിച്ചിരിക്കാൻ കരയാണെന്ന് വിചാരിക്കേണ്ടത്, നമ്മൾ ഓടിച്ചു തോന്നും സാരമില്ല കേട്ടോ പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അവരൊന്ന് സമാധാനിപ്പിക്കാറുണ്ട്. നമ്മൾ അത് ചെയ്യുമ്പോൾ, നമ്മൾ കുട്ടികളാണെങ്കിലും കരയുമ്പോൾ അത് പോട്ടെ ഒരു ഇത് പറഞ്ഞ് നമ്മൾ കരയുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യം, പോട്ടെ സാരമില്ല, നമുക്കാണ് സാരമില്ലാത്തത്, അവർക്കത് സാരമുള്ള കാര്യമാണ്. അപ്പൊ ആ സമയത്ത് അവരൊന്ന് അവരുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യുന്നത് വരെ ശാന്തമായിരിക്കുക എന്നാണ് പറയുന്നത്. അവിടെ ഒരാൾ ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ അവരൊരുപാട് വിഷമിച്ച് സങ്കടത്തോടെ കരയുമ്പോൾ അവര് പറയുന്നത് മുഴുവൻ നമ്മൾ കേൾക്കുക. അവിടെ മറുപടി കൊടുക്കാൻ സമയമായിട്ടില്ല എന്നാണ് പറയുന്നത്. അവരുടെ ഇമോഷൻസ് മുഴുവൻ പറഞ്ഞു തീരുമ്പോൾ അവർക്കൊരു ആശ്വാസമാകുമ്പോൾ അവര് നമ്മൾ മറക്കില്ല. കാരണം അന്ന് എന്റെ അടുത്ത് വന്നിരുന്നു എന്നും മിണ്ടിയില്ലെങ്കിലും അവർ നമ്മളെ ഓർക്കും. കാരണം ആ സമയത്ത് സൈലൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നമ്മുടെ സംസാരമല്ല വേണ്ടത്, അവർക്കൊപ്പം ഞാനുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഈ തോന്നൽ ഉണ്ടാക്കാൻ നമ്മുടെ സാമീപ്യമാണ് അത്ര വലുത്. അവിടെ സൈലന്റ് ആയിരിക്കുകയാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഡ്യൂറിങ് നെഗോഷിയേഷൻ, അതായത് ചർച്ചകൾ നടക്കുന്ന സമയത്ത് പലപ്പോഴും രണ്ട് വ്യക്തികൾ, രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു ചർച്ചയ്ക്ക് നമ്മൾ തീരുമാനം എടുക്കുന്നു വിചാരിക്കും. ഈ ചർച്ചയ്ക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ ന്യൂസ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടോ, അവിടെ ചർച്ച എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവം നടക്കുന്നത്, എന്നാൽ വല്ലതിനും സൊല്യൂഷൻ ഉണ്ടോ, അതൊന്നുമില്ല. ഒരാള് പറയാൻ
മുഴുമിക്കുന്നതിന് മുന്നേ അടുത്ത ആള് കയറി പറയും. എന്നാ അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഇല്ല. അപ്പൊ അത്തരം ചർച്ചകളിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കണമെങ്കിൽ, ആദ്യം ഓപ്പോസിറ്റ് ആയിരിക്കുന്ന, ഒപ്പോണന്റ് ആയിട്ടിരിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങൾ സമയം കൊടുക്കുക. അവർക്ക് പറയാനുള്ള നിങ്ങൾ സംസാരിക്കും. നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംസാരിക്കാൻ എന്ന് പറയുമ്പോൾ അവരുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ആദ്യം മുഴുവൻ അങ്ങ് പറയും. അപ്പൊ ആ സമയത്ത് അവര് വിചാരിക്കുന്നത് എന്താണ്? ഓ, ഞങ്ങളാണ് ശരി എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ഞങ്ങൾ ശരിയാണ് എന്നിട്ട് ഞങ്ങൾക്കാണ് ഇവിടെ ഒരു ഹോൾഡ് ഉള്ളത്, അല്ലെങ്കിൽ ഒരു കരുത്തുള്ളത് എന്നൊരു തോന്നൽ അവരവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറയും. ഈ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മുഴുവൻ അങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ അവരവിടെ ശാന്തരാകും. പിന്നെ ആ മീറ്റിങ്ങിന്റെ സ്ട്രെങ്ത് നമ്മുടെ കൈകളിലേക്ക് സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് വന്നു ചേരും. എങ്ങനെയാണെന്നറിയോ? അവർ ഈ നെഗോഷിയേഷൻ, ഈ വാദപ്രതിവാദങ്ങൾക്ക് വരുന്നവരുടെ മനസ്സിൽ ഞാൻ ജയിക്കണം, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് പറയണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പൊ സമയം കൊടുക്കുക, അവര് പറയട്ടെ. അവര് മുഴുവൻ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഭാരം ഒഴിയുമ്പോൾ അവരൊന്ന് ശാന്തരാവും. ഈ ശാന്തരാവുന്ന സമയത്ത് അവർ പറയുന്ന ഒരു വാക്കുണ്ട്, ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ശാന്തമായി കേട്ടിരിക്കാൻ മനസ്സ് അവരുടെ വാതിൽ, ആ മനസ്സിലേക്കുള്ള വാതിൽ ഒന്ന് തുറന്നു കിട്ടും. അവിടെ ആകുമ്പോൾ നമ്മൾക്ക് തന്നെയാണ് വിജയം എന്നാണ് പറയുന്നത്. എന്നാൽ ഇത്തരം ഈ സമയങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ സാധാരണ ചെയ്യും? നമ്മളും അതേപോലെ അതേ ടോണിൽ സംസാരിച്ചു തുടങ്ങും. പകരം അവര് പറഞ്ഞത് മുഴുവൻ കേട്ടിരുന്ന് നമ്മുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവരെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യും എന്നാണ് പറയുന്നത്. ഇത് സ്വാഭാവികമായും നമ്മൾ അറിയാതെ നടക്കുന്ന ഒരു പ്രോസസ് ആണെന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്ന കാര്യം, ഇൻ ദ മൊമെന്റ്സ് ഓഫ് സെൽഫ് ഡൗട്ട് എന്ന് പറയുകയാണെങ്കിൽ, എനിക്ക് എന്നെ കുറിച്ച് ഒരു സംശയം, അയ്യോ ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, ഞാൻ ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും, ഇത്തരത്തിൽ ഒരുപാട് നമ്മളെ കുറിച്ച് ഒരുപാട് ഡൗട്ടുകൾ വരുന്ന നിമിഷങ്ങളുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യും? നമ്മൾ നെഗറ്റീവ്, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ അവിടെ പറയുന്നത് മുഴുവൻ നെഗറ്റീവ് കമന്റ്സ് ആയിരിക്കും. എന്നെ കുറിച്ച് എനിക്കിത് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ഞാൻ ഇനി എങ്ങനെ ചെയ്യും, ഇത്തരത്തിൽ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന ചിന്തകൾ വരുമ്പോ ബി സൈലന്റ് എന്നാണ് പറയുന്നത്. കാരണം ആ സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മളെ കൂടുതൽ സ്ട്രെസ്ഡ് ആക്കും എന്ന് പറയും. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അത് ശരീരത്തിനും മനസ്സിനുമാണ്. ഇനി അവസാനമായിട്ടുള്ള ഒരു കാര്യം വളരെ 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 പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണ്. വെൻ ടെംപ്റ്റഡ് ടു ഗോസിപ്പ്. ഗോസിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പെട്ടെന്ന് ചിന്തിക്കുന്നത്? മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞില്ലേ, അത് ഞാൻ ചെയ്യാറില്ല. ഇത് മാത്രമല്ല ഗോസിപ്പ്. ഇപ്പൊ നമ്മൾ ഒരു മീറ്റിങ്ങിന് എല്ലാവരും കൂടി പങ്കെടുക്കുകയാണെന്ന് വിചാരിക്കും. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇത്രയും പേര് വന്നില്ല കേട്ടോ, അവരുടെ സിറ്റുവേഷൻ അവർക്ക് വരാമായിരുന്നു, ഇത് നല്ല ഈ ഒരു പ്രോഗ്രാം നമുക്ക് വേണ്ടിയിട്ടല്ലേ, ഇവിടെ നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന കാര്യം അങ്ങ് മറക്കും. ഇനി കല്യാണത്തിന് പോവാണെന്ന് വിചാരിക്കും, അവിടെ നമ്മളെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആരെങ്കിലും വന്നില്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും? മോശമായി പോയില്ലേ, അവർ വരേണ്ടതല്ലേ. നമ്മളിതൊക്കെ നമ്മുടെ ഉള്ളിൽ നല്ല ഇന്റൻഷൻ വെച്ചിട്ട് പറയുകയാണെന്നാണ് നമ്മുടെ ഒരു തോന്നൽ. എന്നാൽ അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. വരാത്തവരുടെ സിറ്റുവേഷൻ നമുക്കറിയില്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഇല്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ ഇത്തരത്തിൽ പറയുന്നത് എന്നാണ് ചോദ്യം. ഇത് ഒരു ഗോസിപ്പാണെന്നാണ് പറയുന്നത്. ഇപ്പോ ഇവിടെ ബി മാജിക്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരുപാട് പേരുണ്ട്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അങ്ങനെ തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്ത് വെക്കുക. ഞാൻ പറയാണ്, എന്നാൽ ഇവരൊക്കെ ബി മാജിക്കിൽ പങ്കെടുത്ത് ഇവർക്കൊക്കെ വീഡിയോ ഒന്ന് ഓൺ ചെയ്തൂടെ? ചിലപ്പോ അവരൊക്കെ ഏത് സിറ്റുവേഷനാണ് നമുക്കറിയില്ല. എന്നാൽ അവർ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്ന സമയത്ത്, അവര് മാനസികമായി തയ്യാറെടുക്കുന്ന സമയത്താണ് അവർ വീഡിയോ ഓൺ ചെയ്യുന്നതെങ്കിൽ അവർക്ക് അതിന്റെ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും. അല്ലാതെ നമ്മൾ ഇവിടെ ആവശ്യമില്ലാതെ അവർക്ക് വരാമായിരുന്നു, അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, അവരെന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് ഗോസിപ്പാണെന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ കുറിച്ച് നമുക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുകയേ വേണ്ട. അവർക്ക് വരാത്തതിന്റെ കാരണം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അവരുടെ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം.
പക്ഷെ അവർ ആഗ്രഹിച്ചിരുന്നു വരണത്. ഇന്നലെ എന്നെ വിളിച്ചിരുന്നു, എന്നാൽ അവർ വരേണ്ടതായിരുന്നല്ലോ. നമ്മൾ കൂട്ടുകാർക്കിടയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ഇത് പറയാറുണ്ട്. പക്ഷെ നമുക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ച് സൈലന്റ് ആയിട്ടിരിക്കുക എന്നാണ് ജാപ്പനീസിൽ പറയുന്നത്. അവിടെ വാക്കുകൾക്ക്, ഈ ജാപ്പനീസ് വേർഡ്സ് അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും വാക്കുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഈ വാക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കും പവർഫുൾ വേർഡ്സ് ആണ്. അത് വേണ്ട സമയങ്ങളിൽ മാത്രം ഉപയോഗിക്കുക, അല്ലാത്ത സമയങ്ങളിൽ അത് ഉപേക്ഷിക്കുക എന്നാണ് പറയുന്നത്. ബി സൈലന്റ്. നമ്മൾ എത്രത്തോളം സൈലന്റ് ആവുന്നു അത്രത്തോളം നമ്മുടെ ഉള്ളിൽ കൂടുതൽ അവേക്കനിങ്ങില് കൂടുതൽ സാധ്യതകൾ തുറന്നു കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടാകും. ഇതൊന്ന് നടക്കുമോ? ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്ലാസ്സിൽ ആരോ പറഞ്ഞതുപോലെ ഒരു പൂച്ച അത് അതിന്റെ പോണ വഴിക്ക് പോയതാണ്. നമ്മൾ ഉടനെ പറയുന്നത്, ഓ പൂച്ച, അത് കറുത്ത പൂച്ചയാണെങ്കിൽ പെട്ട് ആ പൂച്ച അങ്ങനെ ഒരു എനിക്കൊരു സെൽഫ് ഡൗട്ട്. അവിടെ എന്താണ്, പൂച്ച ക്രോസ് ചെയ്തതല്ല, എന്റെ കാര്യത്തിൽ സെൽഫ് ഡൗട്ട് വരും. ഇന്നത്തെ കാര്യം നടക്കുമോ എന്നൊരു തോന്നൽ പെട്ടെന്ന്, അത് പറയാനുള്ള ഇത് കൂടി നമുക്ക് കൂടുതലാണ്, പെട്ടെന്ന് നമ്മളത് പറയുകയും ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ബി സൈലന്റ് എന്ന് പറയുക മാത്രമല്ല, ശരീരത്തിനും മനസ്സിലേക്കും ആ സൈലൻസ് കൊണ്ടുവരാം. വേണമെങ്കിൽ അത്തരം സെൽഫ് ഡൗട്ടിലേക്ക് പോയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് വീട്ടിൽ കുറച്ച് സമയം വന്ന് ഇരിക്കാം. പെട്ടെന്ന് നമ്മൾ ശരിക്കും പെട്ടെന്ന് ആരെങ്കിലും നമ്മൾ ഇറങ്ങുന്ന സമയത്ത് പിന്നെന്ന് എന്തെങ്കിലും പറയുകയോ വിളിക്കുകയോ ചെയ്താൽ നമ്മൾ പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കേട്ടതുപോലെ, അയ്യോ പിന്നെന്ന് വിളിച്ചു, ഇന്നത്തെ കാര്യം പോക്കാണ്, അവിടെ പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ശാന്തമായി അങ്ങനെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചു വീട്ടിൽ വന്ന് ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കുക. കാരണം അവിടെ നമ്മൾ കൂളാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും, അപ്പൊ ആ ബസ് പോകില്ലേ? ആ ബസ് പോയിക്കോട്ടെന്നേ, അടുത്ത ബസ് വരും, നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ചിലപ്പോൾ ആ ബസ് പോലും ലേറ്റ് ആയിട്ടായിട്ട് വന്നിരിക്കുക. കാരണം നമ്മൾ ശാന്തമായി സൈലന്റ് ആയി നമ്മുടെ ബോഡിയും ശരീരത്തെ, മനസ്സിനെ മാത്രമല്ല വാക്കുകളെ മാത്രമല്ല ഈ ശരീരത്തെ പോലും ശാന്തമായി ഇരുന്നതിന് ശേഷമാണ് നമ്മൾ ആ പ്രോസസ്സിലേക്ക് പോകുന്നതെന്ന് ഓർക്കുക. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ നല്ല വൈബ്രേഷൻസ് ഈ യൂണിവേഴ്സിലേക്ക് കൊടുക്കുമ്പോൾ തിരിച്ച് നമ്മളുടെ പോകുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കും. അല്ലെങ്കിൽ അതാണ് എനിക്ക് വേണ്ടി അന്ന് ഒരുക്കിയിരിക്കുന്നത് പൂർണ്ണമായി സ്വീകരിക്കാൻ നമുക്ക് തയ്യാറാവും. ഇത്തരം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രാക്ടീസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. കാരണം ഇത് ഒരു ദിവസം കേട്ടത് കൊണ്ടോ ഞാനിത് വായിച്ചത് കൊണ്ടോ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്നില്ല. ഇപ്പൊ ചിലപ്പോഴും എനിക്ക് ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗോസിപ്പാണ്. ഈ ഗോസിപ്പ് എന്ന് പറയുമ്പോൾ, ഞാൻ ഓഫീസിൽ പോവാണെന്ന് വിചാരിക്കാം, അപ്പൊ അന്ന് ഒരു വ്യക്തി ഓഫീസിൽ ലീവ് ആണെങ്കിൽ ഉടനെ പറയും, അയ്യോ ഒന്ന് അവരൊന്ന് വിളിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, ഇതൊരു ഗോസിപ്പാണ്, അവരൊന്ന് ലീവാണോ? ഓ അത് ശരി, ഓക്കെ, എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും, ഇത് പറഞ്ഞാൽ മതി. പകരം എന്നെ വിളിച്ചു പറഞ്ഞില്ലല്ലോ, ഇന്നലെ പറഞ്ഞില്ലല്ലോ, ഇന്ന് അവര് ലീവാണെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ, അത് എന്റെ ആവശ്യം മാത്രമാണ്, ഒരിക്കലും മറ്റുള്ളവരുടെ ആവശ്യം. ഇതൊരു തരം ഗോസിപ്പാണത്. പക്ഷെ നമ്മൾ ഗോസിപ്പ് എന്ന് പറയുമ്പോൾ വിചാരിക്കുന്നത് അവരെ കുറിച്ച് കുറ്റങ്ങൾ മാത്രം പറയുക എന്നുള്ളതാണ്. എന്നോട് പിന്നെ അന്നത്തെ മുഴുവൻ ജോലി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ കൂട്ടുകാരി അന്ന് വരാത്തത് എന്നോട് എന്തേ വിളിച്ചു പറയാതിരുന്നത്, എന്റെ ഫോണിൽ അവളുടെ കോളൊന്നും കണ്ടില്ലല്ലോ എന്ന ചിന്ത മാത്രമായിരിക്കും. അതിന് പകരം അവരിന്ന് വന്നില്ല, അത്രയേ ഉള്ളൂ, അത് സ്വീകരിക്കുക. എന്നെ വിളിച്ചു പറയില്ല എന്നുള്ള എന്റെ ഈഗോ മാത്രമാണെന്ന് തിരിച്ചറിയുക. ഓരോ സമയത്തും ഈ ചർച്ചകൾക്കിടയിൽ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഞാൻ ഈ പുസ്തകം വായിച്ച അന്ന് മുതൽ ശീലിച്ചു തുടങ്ങിയ ഒരു കാര്യമാണ് കേട്ടോ. അതിന്റെ ഒരു ഗുണം ഞാനും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം പലപ്പോഴും എനിക്ക് ഈ റൂട്ടിൽ പോകേണ്ട അത്യാവശ്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ അടുപ്പിച്ച് പോകുമ്പോൾ ഈ പല ഡീലേഴ്സിനും ഞാൻ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ദേഷ്യത്തോടെ സംസാരിക്കാനുണ്ടാവും. അപ്പൊ അവർ ചെന്നിട്ട് ആദ്യം പറയുമ്പോൾ അവർക്ക് ഈ ചർച്ചയുടെ, അപ്പൊ കമ്പനിയിൽ നിന്ന് ഒരാൾ വന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര കാര്യമാണ്. അപ്പൊ അവരുടെ പരാതിക്കെട്ടുകൾ ഒക്കെ ഇറക്കാനുള്ള ഒരു സമയമാണ്. ചിലപ്പോൾ കമ്പനിയെ മോശമായ രീതിയിൽ പറയുന്ന ഒക്കെ അവർ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ എല്ലാം ഞാൻ ഇങ്ങനെ ഇത് കേട്ടതിന് ശേഷം കേട്ടോ, ഇല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് കയറി ഞാനും പറയാറുണ്ടായിരുന്നു. ഇത് വായിച്ചതിന് ശേഷം ഞാനും അത് മുഴുവൻ കേട്ടോണ്ടിരിക്കും. എന്നിട്ട് പറയുമ്പോൾ ഒന്നും പറയാതെ മിണ്ടാതിരിക്കും. അപ്പൊ അവർ അവസാനം പറയും, അവരൊന്ന് ശാന്തമാവും. എന്നിട്ട് പറയും അവരുടെ ഉള്ളിലുള്ളതൊക്കെ അവര് പറഞ്ഞു തരും. പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ആശ്വാസമാണ്.
എന്നെ കേട്ടിരിക്കാൻ ഒരാൾ വന്നു, അവരെന്തായാലും ഒരു തീരുമാനം ഉണ്ടാവും. ചിലപ്പോൾ അവർ റിയാക്ട് ചെയ്തതിനെ കുറിച്ച് ഉള്ളിൽ വിഷമിക്കും. നിങ്ങൾ വിഷമിക്കാനോ നിങ്ങളൊരു ദേഷ്യം ഉണ്ടായിട്ട് പറഞ്ഞതല്ല കേട്ടോ എന്ന് പോലും അവരതിൽ കൂട്ടിച്ചേർത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ നെഗോഷിയേഷന്റെ സമയത്തും അത് വീട്ടിലാണെങ്കിൽ പോലും ഇതെല്ലാം കൊണ്ടുവരേണ്ടത് വീട്ടിൽ നിന്നാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ അവിടെ നമുക്ക് പുറത്തേക്ക് അത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ വീട്ടിൽ കുട്ടികളെ വാശി പിടിക്കുന്ന സമയത്ത് അവര് കരയുകയാണെങ്കിൽ അവർക്ക് കരയാൻ ഒരു സമയം കൊടുക്കൂ. അവര് കരഞ്ഞ് കുറച്ച് ശാന്തമാകുമ്പോൾ അവര് നമ്മളെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. ഇതിന്റെ ഇടയിൽ ചെന്ന് നമ്മൾ നമ്മളുടെ കാര്യങ്ങളാണ് പറയുന്നത്, നമ്മളെ ന്യായീകരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അവരോട് പറയും. അവര് വാശി പിടിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് കയറിപ്പോയി അവരുടെ ഇമോഷൻ ഒന്ന് കൺട്രോളിലായതിനു ശേഷം നമ്മൾ പറയുന്നത് അവർ ശ്രദ്ധയോടെ കേൾക്കും. അപ്പൊ ഇത്തരം ഈ സൈലന്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എന്തുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് എടുത്തതെന്ന് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഇത് നമുക്കറിയാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇതൊന്നും നമ്മൾ മറന്ന് അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രാവർത്തികമായി പ്രവർത്തനത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നില്ല എന്നത് സത്യം, ഞാനടക്കം. അപ്പൊ എനിക്കിത് പ്രാക്ടീസ് ചെയ്യണം, എനിക്ക് പഠിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്ന്. പ്രത്യേകിച്ച് ഗോസിപ്പ്, നമ്മൾ ഗോസിപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അസൂയയും കുശുമ്പും പറയാന്ന് മാത്രമല്ല, എല്ലാം മറ്റുള്ളവർ സമീപത്തില്ലാത്ത സമയത്ത് അവരെ കുറിച്ച് മോശമായി അല്ലെങ്കിൽ അവരെ കുറിച്ച് എന്ത് പറയുന്നത് നല്ലത് മാറ്റി വെച്ചാൽ അവരെന്നോട് പറഞ്ഞു എന്ത് പറയുന്നതും ഗോസിപ്പാണെന്നാണ് പറയുന്നത്. അത്തരം ഗോസിപ്പുകളിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സെൽഫ് ഡൗട്ട് വരുന്ന സമയത്ത് സൈലന്റ് ആയിരിക്കുക. ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം. ഒന്നിച്ച് ചിന്തിച്ചു നോക്കൂ, ഇത്തരം സിറ്റുവേഷൻ നമ്മളൊന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഊർജം എന്തായിരിക്കും. നമ്മൾ കൂടുതൽ എംപവർ ആയി തുടങ്ങും. അത്തരത്തിലൊരു സൈലൻസിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് നടന്ന് നീങ്ങാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലെസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. Good day. ഓക്കെ, താങ്ക് യു പ്രവീണ മാം. നല്ലൊരു സെഷൻ. ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യങ്ങളാണ് സൈലന്റ് ആയിട്ട് ഇരിക്കുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന. അപ്പൊ നമ്മുടെ ഡി മാജിക്കിൽ ഒരുപാട് ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഇതിനെ കുറിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളത്. പക്ഷെ ഈ സമയത്ത് പോലെ ഇപ്പോ തർക്കങ്ങൾ ഉണ്ടാവുന്ന സമയത്തൊക്കെ നമ്മൾ ചാടിക്കയറി അങ്ങോട്ട് പറയും, പിന്നെ ആകെ കോൺഫ്ലിക്റ്റ് ആവും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോ എല്ലാരും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, ഇനി ഒരു ഫീഡ്ബാക്ക് പറയുന്നത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്ത് മുന്നോട്ട് വരാവോ? ഓക്കെ, ഉണ്ണികൃഷ്ണ സർ. ഗുഡ് മോർണിംഗ് പ്രവീണ മാം. ഗുഡ് മോർണിംഗ് മാം. പനിയാണ്, എന്നാലും മാമിന്റെ ക്ലാസ് മിസ് ചെയ്യാൻ വയ്യ. അപ്പോ ഇപ്പൊ മാം പറഞ്ഞല്ലോ എന്താണ് ഇപ്പൊ ഗോസിപ്പ്. അതാണ് എനിക്കും അത് ഏറ്റവും വലിയ ഇതായിട്ട് ഇഷ്ടമായത്. കാരണം ഇപ്പൊ പനി ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഓൺ ചെയ്യാനോ ഏട്ടനും കയറാൻ പറ്റിയിട്ടില്ലെന്ന്. അപ്പൊ ഈ 8 പോയിന്റ് ഇപ്പൊ ദേഷ്യം വരുമ്പോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ 8 പോയിന്റ്. അതിലിപ്പോ ഗോസിപ്പും അതുപോലെ തന്നെ ക്രിറ്റിസിസം, ആ ഒരു സംഭവം എന്തായാലും ബി മാജിക്കിൽ വന്നതിന് ശേഷം വീട്ടിൽ അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ല. അതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഇത് ഇങ്ങനെ പറയുന്ന സമയത്ത് മക്കളായാലും ഇനിയിപ്പോ ഞങ്ങൾ തന്നെ ഇരുന്ന് സംസാരിക്കുകയാണെന്നാലും ഈ 2 കാര്യങ്ങള് പറയാൻ സമ്മതിക്കാറില്ല. ബാക്കിയൊക്കെ അതേപോലെ തന്നെ നമുക്കിപ്പോ സംസാരിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് സമയം കൊടുക്കുക. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഏട്ടനും അത് അങ്ങനെ കേട്ടിരിക്കും. മക്കള് പറയുകയാണെങ്കിൽ മുഴുവനായിട്ട് അവരുടെ കാര്യങ്ങൾ കേൾക്കും. അതിനുശേഷമാണ് നമ്മളവർക്ക് സജഷൻ ചെയ്യാറുള്ളൂ. മുഴുവനായിട്ട് കേൾക്കാറുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ബി മാജിക്കിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പോയിന്റുകളെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. ഓക്കെ മാം, വളരെ നല്ലൊരു സെക്ഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മാം. ഓക്കെ, ദെൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളോ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാവോ? മണി സർ. മണി സർ മൈക്ക് മ്യൂട്ട് ആണ് കേട്ടോ. നല്ല ക്ലാസ് ആയിരുന്നു. കാരണം അതെല്ലാം അറിയുന്ന കാര്യങ്ങളാണെങ്കിലും ആരുന്നല്ല നമ്മളെ ഭാഗത്തുനിന്ന് അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു സന്ദർഭം നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കാം. അതായത് വാക്കുകൾ വേണ്ട സമയത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. വാക്കുകൾ അത്രയും പവറുള്ള സംഗതിയാണ്. അല്ലാത്ത സമയത്ത് സൈലന്റ് ആയിരിക്കുക, മൗനം ആചരിക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടതും അത് ഹിതകരമായിട്ടുള്ളത് കാര്യങ്ങൾ സംസാരിക്കുക, അല്ലാത്ത സമയത്ത് മൗനം ആചരിക്കുക എന്നുള്ള. പ്രത്യേകിച്ച്
ഈ നെഗറ്റീവായ സിറ്റുവേഷൻസ് നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുമ്പോഴോ മറ്റുള്ളവരെ എന്തെങ്കിലും കുറ്റം പറയുകയോ ദൂഷ്യം ഒക്കെ പറയുന്ന സമയത്തൊക്കെ നമ്മളൊരു മാനസികമായും ശാരീരികമായും ഡിസ്റ്റർബ്ഡ് ആണ്. ആ സമയത്ത് നമ്മൾ പറയുന്ന വാക്കുകൾ പലപ്പോഴും വഴുതി പോവുകയാണ് ചെയ്യുക. തെറ്റായ വാക്കുകൾ നമ്മൾ പദങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. പിന്നീട് അത് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. വളരെയധികം വിഷമത്തിലേക്ക് പോവുക ചെയ്യും. അപ്പോൾ ഇത്തരം ക്ലാസ്സുകൾ വീണ്ടും നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തി നമ്മളൊന്ന് ശക്തിപ്പെടുത്താനുള്ള ഈ അവസരം ഉപയോഗിക്കേണ്ടതാണ്, ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ഈ 8 പോയിന്റും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഗോസിപ്പിന്റെ കാര്യം പറയുമ്പോഴൊക്കെ. അപ്പോൾ നമ്മൾ ആ സമയം നമ്മൾ ഷുവർ അല്ലാത്ത സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു അബദ്ധങ്ങളാണ് പുറത്തേക്ക് വരിക. അപ്പം മൗനം ആചരിക്കുക അല്ലെങ്കിൽ സൈലന്റ് ആയിരിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു ആശയം. ഇന്ന് വളരെ ഒരു ജാപ്പനീസ് വേർഡിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്ന പ്രവീണമേന് വളരെയധികം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മണി സർ. താങ്ക് യു. താങ്ക് യു മണി സർ. ദിവ്യ മാം. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ്. ഹലോ, പറഞ്ഞോളൂ. കേൾക്കാം. നല്ല ക്ലാസ് ആയിരുന്നു. കഴിഞ്ഞ വട്ടം പറഞ്ഞ ഒരു വാല്യൂസിനെ കുറിച്ച് പറഞ്ഞ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതുമായിട്ട് കണക്ട് ചെയ്യുമ്പോ അതിനുശേഷം വന്ന നമ്മുടെ സാറിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ഇടം എന്ന് പറഞ്ഞിട്ട്. ഈ മൂന്നുമായിട്ട് ഇന്റർ കണക്ട് ചെയ്യുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ ക്ലാസ് വളരെയധികം നല്ല ക്ലാസ് ആണ്. എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല. കാരണം ഞാൻ വീട്ടില് ഞാൻ ഇതിനു മുന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മകന്റെ അടുത്ത് നല്ല ഷൗട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുക. ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് കേൾക്കില്ല എന്ന് പറയുമ്പോ ഭയങ്കര ദേഷ്യം വരും, ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിക്കും. കുറച്ചു കഴിയുമ്പോ പിന്നെ ഞാൻ വിചാരിക്കും, ഒരു വട്ടം പറഞ്ഞു 2 വട്ടം പറഞ്ഞു കേൾക്കണില്ലല്ലോ എന്ന് വിചാരിക്കും. മനസ്സുകൊണ്ടപ്പോ നമുക്ക് കുറച്ചും കൂടി ഇറിറ്റേഷൻ ആവും. പിന്നീടാണ് ഞാൻ വിചാരിച്ചത്, ഇത്രയും ഷൗട്ട് ചെയ്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല, അത് കാരണം മിണ്ടാതിരിക്കാൻ വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പറയാറില്ല. ഒരു വട്ടം സ്നേഹത്തോടുകൂടി പറഞ്ഞു നോക്കും, പിന്നെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് ശ്രദ്ധിക്കില്ല. അപ്പൊ അവന് തന്നെ മനസ്സിലായി. ഞാൻ ഒരു വട്ടം ആദ്യം ഞാൻ 3, 4 വട്ടം പറഞ്ഞിരുന്ന കാര്യങ്ങൾ പിന്നീട് ഒരു വട്ടം പറഞ്ഞിട്ട് പിന്നെ ശ്രദ്ധിക്കാതെ ആയപ്പോ അവന് മനസ്സിലായി, അമ്മ വഴി വേറെ മാറ്റി ചിന്തിച്ചു തുടങ്ങി. അപ്പോ അതാണ്. അപ്പോ അതിന്റെ ആ ഒരു വ്യത്യാസം, നമ്മൾ സംസാരിക്കുന്നതിലുള്ള ടോണിന്റെ വ്യത്യാസം, നമ്മളുടെ അവിടെ ആ സമയത്ത് നമ്മളുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാര്യം ശരിക്കും എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പിന്നെ ഇന്നത്തെ കാര്യം പറഞ്ഞു തരാം. നമ്മുടെ നെഗോഷിയേഷൻസ്, അപ്പൊ അത് മനസ്സിലായി. പിന്നെ നമ്മളുടെ ഒരു ഇമോഷൻസ് എന്ന് പറയുമ്പോഴുണ്ടല്ലോ, ഓഫീസിലായാലും ഒരാൾ വന്നില്ലെങ്കിൽ പറയും അയ്യോ അവര് വന്നില്ല, അങ്ങനെയാണ്. അപ്പൊ ഞാൻ എന്റെ ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ബി-മാജിക്കിലെ അംഗമാണ്. അപ്പൊ അധികമൊന്നും പറയാൻ പാടില്ല, അപ്പൊ ഞാനൊന്നും മിണ്ടില്ല. പക്ഷെ എന്റെ ഉള്ളിൽ അപ്പോഴും ഒരു സ്ട്രഗിൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരൊക്കെ പറയുമ്പോ ഞാൻ തലയാട്ടും, ഒന്നും പറയുന്നില്ല, കാരണം ബി-മാജിക്കിലെ ആളാണ്, ഒന്നും പറയില്ല. പക്ഷെ തലയാട്ടും, ശരിയാണ് എന്നുള്ള ഒരു ചിന്താഗതി വരും. എന്നാലും ഞാൻ വിചാരിക്കും നമുക്ക് പോസിറ്റീവായിട്ട് നിൽക്കണം. അപ്പൊ ചില കാര്യങ്ങൾ പോസിറ്റീവ് പറയും. പിന്നീട് എനിക്ക് മനസ്സിലായി, നമ്മൾ തല ആട്ടിയാലും അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ പിന്നെ ഞാൻ സൈലന്റ് ആവാൻ തുടങ്ങി. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സൈലന്റ് എന്നുള്ള അതിന്റെ വീഡിയോസുകൾ ഞാൻ കാണാൻ തുടങ്ങി. അപ്പൊ കുറച്ചും കൂടി വാല്യുബിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ പ്രാവർത്തികമാക്കാം എന്ന് ചിന്തിച്ചു തുടങ്ങി. അപ്പൊ ഇപ്പൊ കുറച്ചും കൂടി, അപ്പൊ അവര് തന്നെ പറയും, എന്താ ഇപ്പൊ ഒന്നും മിണ്ടാത്തത്, ഇപ്പൊ തലയാട്ടനുമില്ലേ, അങ്ങനെ ചോദിക്കും. അപ്പൊ അതാണ് നമുക്ക് നമ്മളുടെ വാല്യൂസ് തിരിച്ചറിയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ്, അതുപോലെ നമ്മൾ പ്രവർത്തിക്കുന്നതിലൂടെയാണ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു.
താങ്ക് യു ദിവ്യ. നല്ലൊരു ലേണിംഗ് പോയിന്റ് ആണല്ലേ ദിവ്യ നമുക്ക് ഷെയർ ചെയ്ത് തന്നത്. കാരണം ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചു. ബി മാജിക്കിൽ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ പറയാതെ ആയി. നല്ല കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഗ്രൂപ്പിൽ വന്നു എന്നതിനപ്പുറം അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. ഇപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകാം. അല്ലെങ്കിൽ അവര് എന്തുകൊണ്ട് വന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ വിളിച്ചു ചോദിക്കാം. എന്നിട്ട് നമുക്കറിയാം അവര് വരാത്ത ഇന്ന കാരണം കൊണ്ടാണ് കേട്ടോ എന്ന് നമുക്ക് പറയാം. ഇനി എന്നിട്ടും നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാം. നമുക്ക് ആ സ്ഥലത്ത് തന്നെ മാറിപ്പോകാം എന്നാണ് പറയുന്നത്. കാരണം ഇതുകൊണ്ടൊക്കെ ആത്യന്തികമായ ഗുണം ഉണ്ടാകുന്നത് നമുക്കാണെന്നുള്ളതാണ് നമ്മൾ മറന്നു പോകുന്നത്. താങ്ക് യു ദിവ്യ. താങ്ക് യു സോ മച്ച്. നല്ലൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു ദിവ്യ മാം. ഷാജൻ സർ. മാജിക് മോർണിംഗ് പ്രണവ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. പതിവ് പോലെ നല്ല ക്ലാസ് ആയിരുന്നു. നമ്മളെല്ലാം എല്ലാവർക്കും അറിയാം സാർ, മാഡം പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും അറിയാം കാര്യങ്ങളൊക്കെ. എങ്കിലും നമ്മൾ പലപ്പോഴും കൈവിട്ടു പോകും പലപ്പോഴും. ഇപ്പോൾ നമ്മള് ഇപ്പൊ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ നമ്മൾ അറിഞ്ഞതിന് ശേഷം പറയുമ്പോൾ അല്ലെങ്കിലും വേർഡ്സുകൾ പരമാവധി ചുരുക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഇഷ്ടം തന്നെയാണ്. അപ്പോൾ 7ാമത് പറഞ്ഞ നമ്മൾ ആ പോയിന്റ് ആണ് എനിക്ക് കൂടുതൽ നമ്മൾ അവിടേക്കൊന്നും കടക്കാൻ ശ്രമിക്കാറില്ല, അത്രത്തോളം നമ്മൾ കടക്കാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് പലപ്പോഴും. അപ്പൊ ഈ സീക്രട്ട് എന്ന് പറഞ്ഞ ഒരു ബുക്കൊക്കെ വായിക്കുമ്പോൾ ഇപ്പൊ കളരി പഠിച്ച ആളുകൾക്ക് ആരെയും തല്ലാൻ പോവില്ല, കാരണം എവിടെ തൊട്ട് കഴിഞ്ഞാലും മർമ്മമാണ്. അപ്പോ അതേപോലെ തന്നെ ഇപ്പൊ പേടിയാണ് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാതെ പോലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുകയാണ്, നമ്മളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും അറിയാതെ പോലും നെഗറ്റീവ് വേർഡ്സുകൾ മറ്റുള്ളവരെ കുറിച്ചോ അങ്ങനെ വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ വലിയൊരു മാറ്റങ്ങൾ നമുക്ക് ഈ ടീം എപ്പോഴും നിലനിർത്തുമ്പോൾ, അതുപോലെ തന്നെ ഈ ഇങ്ങനെ നമ്മളിപ്പോ നമ്മളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നെഗറ്റീവ് വേർഡ്സുകൾ വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അത് ഗുണം ചെയ്യുന്നുണ്ട്, വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. ലൈഫിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നുണ്ട്. താങ്ക് യു. നല്ലൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു ഇന്നത്തെ ക്ലാസ്. വളരെയധികം വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു ഷാജൻ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ? ഹലോ, ആ. ഒരു കാര്യം കൂടി പറഞ്ഞു. വാക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുന്നത് ഡിമാജിക്കിൽ വന്നതിന് ശേഷം പഠിച്ചൊരു കാര്യമാണ് കേട്ടോ. വാക്കുകൾ, അതായത് ഓരോ വാക്കുകളും നമുക്ക് അഫർമേഷൻസ് ആണ്. നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യമാണ്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമുക്ക് കിട്ടുന്ന അഫർമേഷൻസ് ആണ്. നമ്മൾ പ്രപഞ്ചത്തിന് കൊടുക്കുന്ന അഫർമേഷൻസ് ആണ്. അപ്പോൾ വാക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് പഠിച്ചത് ഞാൻ ഡിമാജിക്കിൽ വന്നതിന് ശേഷമാണ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഗ്രേറ്റ്. താങ്ക് യു. താങ്ക് യു ദിവ്യ മാം. ദെൻ നെക്സ്റ്റ് ആരെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻട്രൻസ് ചെയ്യാം കേട്ടോ. സുജിത് സർ, സർ, മേഘ മാം എല്ലാവരും ഉണ്ടല്ലോ. ഹലോ. ഹലോ. ഓക്കെ, സവിത മാം. ഹലോ സവിത മാം, കേൾക്കാവോ? പ്രവീൺ. ഹലോ. 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 കേൾക്കാം, പറഞ്ഞു. പ്രവീണ മാം. ഗുഡ് മോർണിംഗ്. ഞാന് മാം പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ തന്നെ എല്ലാ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളാണ്. വീട്ടിലായാലും മോള് സ്കൂളിൽ പോണ സമയത്തായാലും ബസ് വരുമ്പോ ഇതേ സിറ്റുവേഷൻ ദേഷ്യപ്പെടും. അപ്പൊ മൂത്ത ആള് ചോദിക്കും, അമ്മ മാജിക് മോർണിംഗ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആളല്ലേ, എന്തെന്റെ ഒരു മാറ്റം ഇല്ലാത്ത ഇതേ സിറ്റുവേഷനിലൂടെ. അതുപോലെ തന്നെ ഓഫീസിൽ പോയാൽ അത് പല ആൾക്കാരും പലതും പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഇതിൽ അംഗമായതുകൊണ്ടാണോ പക്ഷെ ഒന്നും തിരിച്ചു പറയില്ല, എല്ലാം കേട്ട് എന്ന് പറയാന്നല്ല, തിരിച്ചൊന്നും പറയാറില്ല. അപ്പൊ മാം പറഞ്ഞു കേട്ടപ്പോ എനിക്ക് ഇതേ സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നൊരു തോന്നി. അപ്പൊ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അപ്പൊ ഞാൻ എന്താ അങ്ങോട്ട് പറയേണ്ടത് എനിക്ക് മനസ്സിലാവില്ല. ഇവരിങ്ങനെ എല്ലാരും കൂടി ഓരോന്ന് പറയുമ്പോ, ഒരാളെ കൊണ്ട് പറയുമ്പോ എന്താ നമുക്ക് തിരിച്ചു പറയേണ്ട, എല്ലാന്ന് കേൾക്കാന്നല്ലാതെ എന്താ പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. സോറി, സവിത പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചോ നിങ്ങൾക്ക് അറിയില്ല. അതായത് എന്റെ കുട്ടി ചോദിച്ചു, എന്റെ മോൻ ചോദിച്ചു, അമ്മ ബി മാജിക്കിലൊക്കെ ഉള്ളതല്ലേ, എന്നിട്ട് ഒരു മാറ്റവും ഇല്ലല്ലോ. ഇത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതായത് നമുക്ക് മാറ്റമുണ്ടായി എന്ന് നമുക്കൊരു തോന്നലുണ്ട് എന്ന് വിചാരിക്കാം, പക്ഷെ മറ്റുള്ളവർക്ക് ഇത് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്.
അപ്പൊ ആ ഫീലിംഗ് വരണമെങ്കിൽ നമ്മുടെ മാറ്റം അവരിലേക്ക് എത്തിയിട്ടില്ല. അതായത് നമ്മളിലേക്ക് ഉള്ളിൽ പൂർണ്ണമായിട്ടും മാറ്റം വന്നിട്ടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. മാറ്റം ഉണ്ടെങ്കിൽ അത് അവർക്ക് ഫീൽ ചെയ്തു. എന്നാൽ നമുക്ക് മറ്റുള്ളവരെ ഫീൽ ചെയ്യിക്കാനല്ല കേട്ടോ നമ്മൾ ഇതൊന്നും ചെയ്യുന്നത്. നമുക്ക് ആത്യന്തികമായി സന്തോഷം കിട്ടാനും നമുക്ക് സമാധാനം കിട്ടാനും നമ്മൾ ഈ മാറ്റങ്ങളിലേക്കൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ അവിടെ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്തില്ല എന്നുള്ളൊരു സൂചന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള മാറ്റം അത്തരത്തിലേക്ക് മാറിയിട്ടില്ല എന്നർത്ഥം. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആവശ്യമില്ലാത്ത സംസാരങ്ങളിലേക്കോ ഇതിലേക്ക് സ്ട്രെസ്സിലേക്കൊന്നും പോകില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ടത് നമ്മുടെ കുടുംബത്തിൽ, വീട്ടിൽ നിന്നാണ്. വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കത് ചുറ്റുപാടിലേക്കും ഒക്കെ സ്പ്രെഡ് ചെയ്യാനൊക്കെ എളുപ്പം സാധിക്കും. അതല്ലാതെ നമ്മൾ പുറത്ത് ചെല്ലുമ്പോൾ ഇത് മാറ്റങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം എന്ന് പറയും. വീട്ടിലാണെങ്കിലും നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പൊ ഒരു കുട്ടികൾ വീട്ടിൽ നിന്ന് ആ ടീച്ചർ പഠിപ്പിച്ചൊന്നും എനിക്ക് മനസ്സിലായില്ല, ആ ടീച്ചറല്ലേ വെറുതെ എന്നെ ചീത്ത പറഞ്ഞു, നോക്കൂ ഇവിടെ നമ്മൾ എന്ത് പറയും, ആ ടീച്ചറെ ഞാനൊന്ന് കാണട്ടെ, എന്റെ കുട്ടി ആവശ്യം. അപ്പൊ അവിടെ നമുക്ക് ഒന്ന് ആ കുഞ്ഞ് മുഴുവൻ പറഞ്ഞു കഴിയുന്നവരെ മുഴുവൻ കേട്ടിരിക്കാം. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് തിരിച്ചിട്ട് അവരോട് ചോദിക്കാം. അപ്പോ നമുക്ക് പറയും ആ ടീച്ചർ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് അങ്ങനെ ഒരു കോൺവെർസേഷനിലേക്ക് വരുമ്പോൾ അവരുടെ ഉള്ളിലും ഒരു തിരിച്ചറിവ് ഉണ്ടാവും. നമുക്കും അത് ശാന്തമായിട്ട് നേരിടാനും പറ്റും. തീർച്ചയായും. എന്നാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാന്നേ. ഞാനും അതെ, അവർക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഹായ് പ്രവീണ മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാനേ മാമിന്റെ ക്ലാസ് കേട്ടു. ഇന്നലെ ഗുരുവായൂർ പോയിണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ പുലർച്ചെ 2 മണിക്ക് എണീറ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഗുരുവായൂർ പോയത്. വരുമ്പോ 3:15 ഉണ്ടായിരുന്നു. അപ്പൊ ഉറക്കം നിന്നതിന്റെ കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ കിടന്നോണ്ടാ ക്ലാസ് ഒക്കെ കേട്ടത്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾക്ക് ഒരു പുതിയ CDP വന്നിട്ടുണ്ടായിരുന്നു. ക്ഷമയുടെ കാര്യം പറയാട്ടാ. പുതിയ CDP വന്നപ്പോ സാറ് ഫസ്റ്റില് വരിക ഓഫീസിന്റെ അടുത്തുള്ള അംഗൻവാടി ഞങ്ങളതാ. ആദ്യം ആര് വന്നാലും ആദ്യം വരിക ഞങ്ങളെടുത്തിക്കാം. അപ്പൊ അതിന്റെ തൊട്ട് മുന്നേ വന്നിട്ടുണ്ടായിരുന്ന ഒരു സൂപ്പർവൈസർ ചാർട്ടുകളൊക്കെ ഇങ്ങനെ എഴുതി തൂക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളെ കൊണ്ട് അഴിച്ചു വെപ്പിച്ച്, അംഗൻവാടി ഉള്ളിക്കൊണ്ട് കയറാൻ വയ്യ, ചാർട്ടുകൾ ഇങ്ങനെ തൂക്കിയിട്ട് തലയിൽ തടഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞിട്ട് അതെല്ലാം ഊഹിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാറ് കയറി വന്ന് നോക്കുമ്പോ ചാർട്ടുകളൊന്നും കാണാനില്ല. അപ്പൊ വേറൊരു അംഗൻവാടി ചെന്നിട്ട് പറഞ്ഞത്ര അംഗൻവാടിയിലത്തെ ടീച്ചറും ഹെൽപ്പറും മടിയന്മാരാണെന്ന് പറഞ്ഞൂന്ന്. ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടാ. അപ്പൊ പ്രവേശനോത്സവത്തിന്റെ തൊട്ട് തലേ ദിവസം ഞാൻ കുറച്ച് സ്പോഞ്ചും കാര്യവും തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ പാവക്കുട്ടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പേപ്പർ കൊണ്ട് പൂക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് ഈ വഞ്ചികൾ ഉണ്ടല്ലോ, പേപ്പർ വഞ്ചി, അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മാവിന്റെ ഇല കൊണ്ടൊക്കെ തോരണം തൂക്കിയിട്ടുണ്ട്. പേപ്പർ കട്ടിങ് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ടിലാക്കിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഒരുവിധം എല്ലാതും ചെയ്തിട്ട് ഈ ചാർട്ട് മാത്രമേ തൂക്കാത്തുള്ളൂ. ഇതിനാണ് ഇപ്പൊ ഈ സാർ ഇങ്ങനെ പറഞ്ഞു കിട്ടാ. അപ്പൊ ഞാൻ അതിനൊന്നും പ്രതികരിക്കാൻ പോയില്ല. സാറതൊക്കെ പറഞ്ഞ് സാറങ്ങോട്ട് പോയി. എന്റെ ഹെൽപ്പർ ദേഷ്യം പിടിച്ചിട്ട് എല്ലാ ടീച്ചർമാരെയും ഒക്കെ ഫോണിൽ വിളിച്ചിട്ട് പറയാ, ഒരു വല്ലാത്ത CDP ആണ് വന്നിട്ടുള്ളത്, സാറ് ഭയങ്കര ദേഷ്യക്കാരത്തിയാണ്, അങ്ങനെയാണ് ഇങ്ങനെ കുറെ. അപ്പൊ ഞാൻ പറഞ്ഞ റീനെ ഒന്നും നിർത്തുവോ, ഈ എന്തിനാ അതിങ്ങനെ പറയണത്? അവരെ ഡ്യൂട്ടിയല്ലേ ചെയ്തത്, നമ്മള് അത് അനുസരിക്കാന്നുള്ളതാണ്. അവര് പറഞ്ഞിട്ട് പൊയ്ക്കോട്ടെ, നമ്മൾ അതിന് പ്രതികരിക്കേണ്ട, എന്തിനാ എല്ലാരോടും ഇങ്ങനെ വിളിച്ച് പറയണത് എന്ന് പറഞ്ഞ. പിറ്റേ ദിവസം സൂപ്പർവൈസറാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഈ അംഗൻവാടി ശ്രദ്ധിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടാണ് CDP പോയത്. 2 സൂപ്പർവൈസർമാരും CDP കൂടി കയറിയെന്ന് കേട്ടാ. പിറ്റേ ദിവസം സാറ് ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും സാറ് വീണ്ടും സൂപ്പർവൈസർ വന്നപ്പോ അംഗൻവാടി കംപ്ലീറ്റ് ചാർട്ട് പേപ്പർ തൂക്കിയിട്ടുണ്ട്. പ്രവേശനോത്സവത്തിന് പങ്കെടുക്കുന്ന കുട്ടികളെ മൊത്തം ഫോട്ടോ വെച്ചിട്ട് ഞാൻ ഫ്ലെക്സ് അടിച്ചിട്ടുണ്ട്. ഒരുവിധം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ അംഗൻവാടി അലങ്കരിച്ചിട്ടുണ്ട്. അപ്പൊ സാറ് എഴുതുന്ന പറഞ്ഞു, ആ ടീച്ചർ അംഗൻവാടി സൂപ്പറായല്ലോ. ഞാൻ പറഞ്ഞു സാറേ, ഒരു ചെറിയൊരു മിസ്റ്റേക്കിന് സാർ ഇത്രയും CDP പറഞ്ഞപ്പം എനിക്കൊരു വാശി തോന്നി, എന്റെ അംഗൻവാടി നല്ലതാ, നിങ്ങളെ കൊണ്ട് പറയിക്കണം എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യം ചെയ്തു വെച്ചെന്ന് പറഞ്ഞു. അല്ലാണ്ട് ഞാൻ ആ സാറിനെ കുറ്റപ്പെടുത്തി ഒരാളോടും പറയാൻ പോയില്ല. സത്യം പറഞ്ഞാല് ബിമേജിക്കലി വന്നതിന് ശേഷമാണ് ക്ഷമ എന്താണെന്ന് പഠിക്കുന്നത്. അല്ലെങ്കിൽ എടുത്തു ചാടി ദേഷ്യത്തോട് സംസാരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ വീട്ടിലായാലും ഹസ്ബൻഡ് ഒന്നും നമ്മൾ 4 പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അവരെന്ത് പറഞ്ഞാലും അതിന് ചെറുതായിട്ടൊരു മറുപടി പറഞ്ഞു കൊടുത്തിട്ട് അതിന്റെ വരുമാനായിക പറഞ്ഞു കൊടുത്തിട്ട് ഞാനത് അവിടെ നിർത്തും. ഇപ്പൊ ഞാൻ തുടർന്ന് പറയാറില്ല. എന്തോ അതിന്റെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എനിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്മള് സൈലന്റ് ആവുന്നോടത്ത് സൈലന്റ് ആയില്ലെങ്കിൽ
അത് പിന്നീട് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും എന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ മാം, നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. സിന്ധുവൻ പറഞ്ഞത് കേട്ടോ, മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ മനസ്സിലാക്കലാണല്ലേ നമുക്കൊക്കെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ നമുക്കും അതേ പറഞ്ഞ ഒരു സൈലന്റ് ആയിട്ട് എവിടെയൊക്കെ സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ നമുക്കും സൈലന്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിച്ചു നോക്കാം അല്ലേ. താങ്ക് യു മാം. Okay, thank you, Sindhu ma'am. Then Megha ma'am. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഞാൻ നല്ല തിരക്കായിരുന്നു രാവിലെ. മോന് പോണം, അവന് കാപ്പി ചോറ് എല്ലാം ഉണ്ടാക്കണ ഒരു ധൃതിയായിപ്പോയി. Okay. പിന്നെ ഈ ക്ലാസ് എനിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് തോന്നിപ്പോന്നു. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഇതാ, സ്കൂളിലോട്ട് ചെല്ലുമ്പോൾ ആദ്യം കേൾക്കുന്നത് ആരുടെയെങ്കിലും കുറ്റം പറച്ചില്ല. എന്തോ അത് പറയാൻ വേണ്ടി ചിലവർക്ക് ഭയങ്കര സന്തോഷം. അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് എന്നും കേൾക്കണല്ലേ, നമ്മളും കൂടെ അടുത്തിരുന്ന് അത് കേൾക്കും. ചിലപ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും നമ്മളും കൂടെ അവരുടെ ഒപ്പം ഒരു തല കുലുക്കാറുണ്ട്. കുറെയൊക്കെ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ കുറിച്ചായിരിക്കും പറയണമെങ്കിലും നമുക്ക് ഇന്നും എതിർത്ത് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഹെഡ് ആയിരിക്കും നമ്മളോട് ഇതിനെ കുറിച്ച് പറയണത്. അപ്പൊ നമുക്ക് അവരോട് എതിർത്ത് പറയാൻ പറ്റുമല്ലോ. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ ഈ ക്ലാസ് കേട്ടപ്പോ എനിക്ക് തോന്നി ഞാൻ ഈ ഒരു രീതിയിലൂടെയൊക്കെയാണല്ലോ ഇതുവരെയും പൊയ്ക്കൊണ്ടിരുന്നത്. മാറ്റിവെക്കാൻ വിചാരിച്ചാലും ചിലപ്പോഴൊന്നും മാറാൻ പറ്റാത്ത ഒരു രീതിയിലോട്ട് നമ്മൾ ആയിപ്പോവും. പിന്നെ ദേഷ്യം വരുന്നത്, ഇപ്പൊ മാം പറഞ്ഞു അവിടെ നിന്ന് സൈലന്റ് ആയി പോവാന്ന്. പക്ഷെ ചിലപ്പോ ഒന്നും അങ്ങനെ പോകാൻ പറ്റാതെ നമ്മുടെ ന്യായീകരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവര് ക്ഷമിക്കുന്നവരല്ല എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ആ കുറച്ച് സമയം കൊണ്ട് നമ്മെ ന്യായീകരിക്കാൻ വേണ്ടി കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എനിക്ക് ഒരുപാട് ഉപകാരം തന്ന ക്ലാസ് ആയിരുന്നു. ഞാൻ എല്ലാ നോട്ടിൽ ഈ തിരക്കിന്റെ ഇടയ്ക്ക് ഞാൻ കുറിച്ച് വെക്കായിരുന്നു, കാരണം എനിക്ക് മാറണം, എനിക്ക് അത്യാവശ്യമാണ്. വളരെ നല്ല ക്ലാസ് മാം. താങ്ക് യു മാം. പറയുന്ന ഓരോ ഞാൻ ഇങ്ങനെ പിടിച്ചെടുത്ത് അത് മറന്നു പോകാതിരിക്കാൻ ഞാൻ വേറെ ഒന്നുമില്ലെങ്കിൽ ആ തിരക്കിനിടയ്ക്ക് ഞാൻ എവിടെയെങ്കിലും കുറിച്ചിടും. താങ്ക് യു മാം. വളരെ നല്ല ക്ലാസ്. താങ്ക് യു മാം. Okay, ഗ്രേറ്റ്. thank you, Megha ma'am. ഗോപിക, Okay. അതിന്റെ ഇടയിൽ സിന്ധു മാം സംസാരിച്ചപ്പോ ആരോ ഒന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആരാന്ന് ഞാൻ വിൻസെന്റ് സാറാ ഒന്ന് ഓക്കെ. ഞാനാണ്. ആ സാറേ സാറേ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് പറയും. മോർണിംഗ്. മറ്റേ സംസാരിക്കാൻ തുടങ്ങിക്കൊണ്ട് ഞാൻ ഉണ്ടായിരുന്നില്ല, സൈലന്റ് അവിടെ വേണമല്ലോ. ഞാൻ കേൾക്കുന്നുണ്ടോ മാഡം? കേൾക്കാം പറഞ്ഞോളൂ. അല്ല, എനിക്ക് മാഡത്തിന്റെ ക്ലാസ്സിലെ പറ്റിയിട്ടൊന്നും അല്ല ഞാൻ പറയണത്. വെച്ചാൽ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് അതിലൊരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ആ ഒരു പോയിന്റ് മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു പേഷ്യന്റ് ആയിട്ടുള്ള ഒരു ഹിയറിംഗ് ഞാൻ ചെയ്യാറില്ല എപ്പോഴും. ഇംപേഷ്യന്റ് ആണ്. ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് മക്കളോട് സംസാരിക്കുമ്പോൾ, എൻ്റെ രണ്ടാമത്തെ മോളുണ്ട്, അവളൊരു ആർഗ്യുമെന്റ് ടൈപ്പാണ്. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റ് പറ്റി ഞങ്ങൾ ഡിസ്കഷൻ തുടങ്ങണമെങ്കിൽ ഞാൻ എൻ്റെ പോയിന്റ്, ഞാൻ ഒരു പ്രീ ഡിറ്റർമൈൻഡ് എന്താ പറയുക തോട്ട്സും ആക്ഷനും ഒക്കെ ആയിരിക്കും ഞാൻ മനസ്സിൽ വിചാരിക്കും. ആ രീതിയിലായിരിക്കില്ല അവളുടെ പോകും. അപ്പോൾ അവള് മുഴുവൻ പറയുന്ന മുമ്പ് ഞാൻ ഇടയ്ക്കേറി പറയും, ഞാൻ അവൾ കറക്റ്റ് തന്നെ. അപ്പൊ അവളെപ്പോഴും പറയാം, ഞങ്ങൾ അധികം ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കാം. അപ്പൊ അവള് പറയും, പൂരാത്ത സുനാനി മുഴുവൻ കേട്ടില്ല. അതിന് മുമ്പ് പപ്പയ്ക്കിന് ഇടയ്ക്കേറി പറയണം എന്തിനാണ്. അപ്പൊ അവളെപ്പോഴും പറയാറുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും അത് കറക്റ്റ് എന്താ കറക്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്വഭാവത്തിലേക്ക് വന്നിട്ടില്ല. കറക്ഷൻ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ പലപ്പോഴും ഞാൻ മിണ്ടാണ്ടിരിക്കും. പക്ഷെ പഠിച്ച് വിശദീകരിക്കുക. അപ്പൊ സംസാരിക്കാൻ എനിക്കൊണ്ട് ദേഷ്യം വരും. അപ്പൊ ഞാൻ ഇങ്ങനെ മുണ്ടാണ്ടിരിക്കും. ചിലപ്പോൾ എനിക്ക് പോവും അവിടെ. അപ്പോഴും അവൾ ഉടനെ അമ്മയോട് പറയും, അത് കണ്ടില്ലേ പപ്പയ്ക്ക് കേൾക്കാനുള്ള ക്ഷമയില്ല, അപ്പൊ ഉടനെ എനിക്ക് പോയി. അപ്പൊ അതൊന്ന് എനിക്ക് ഒന്ന് മാറ്റിയെടുക്കണം. മാഡം ഇപ്പൊ പറഞ്ഞപ്പോഴാണ്, ഇത്രയും പ്രായമായിട്ടും എനിക്കതൊന്നും മാറ്റിയെടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ട്. അതുകൊണ്ട് ഐ വിൽ ട്രൈ. താങ്ക് യു മാം. താങ്ക് യു. വിൻസെന്റ് സാർ ഗ്രേറ്റ്. ഇത്രയും ഓപ്പൺ ആയിട്ട് സാർ ഇത് പറയാൻ തയ്യാറായി എന്നുള്ളത് തന്നെ സാറിന്റെ ഒരു വലിയൊരു മാറ്റമാണ് കാണിക്കുന്നത്. കാരണം നമുക്കൊക്കെ നമ്മുടെ പോരായ്മകൾ പറയാൻ മടിയാണ്. എനിക്ക് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാൻ നമ്മൾ എപ്പോഴും മടി കാണിക്കുന്ന വ്യക്തിയാണ്. സാർ ഇത് പറഞ്ഞത് തന്നെ സാറിന്റെ ഉള്ളിലുള്ള ഒരു മാറ്റത്തിന്റെ അല്ലെങ്കിൽ സാറിന്റെ ഒരു ആഗ്രഹം തന്നെയാണ്. അപ്പൊ നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടേ ഇരിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ എവിടെയെങ്കിലും ഇപ്പൊ സാറ് പറഞ്ഞു അങ്ങനെ എനിക്ക് ആർഗ്യുമെന്റ്സ് ചെയ്യാൻ താല്പര്യം, ഞാൻ എഴുന്നേറ്റ് പോകും. സാർ എഴുന്നേറ്റ് പോയിക്കോളൂ. കാരണം വെറുതെ ആർഗ്യുമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ആവശ്യമില്ലാത്ത സംസാരത്തിനേക്കാളും നല്ലത് നമ്മൾ എഴുന്നേറ്റ് പോകുന്നത് തന്നെയാണ്. എഴുന്നേറ്റ് പോയി ഒരു പക്ഷെ സാറ് റിലാക്സ്ഡ് ആയി കഴിയുമ്പോൾ വേണമെങ്കിൽ തിരിച്ചു വന്ന് അവിടെ തന്നെ ഇരുന്ന് ഇനി പറയൂ എന്ന് വേണമെങ്കിൽ പറഞ്ഞു നോക്കാം.
കാരണം നമ്മളൊക്കെ ഇതൊന്ന് വീണെടുത്തുനിന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അല്ലാതെ വീഴാതെ ആരും ഒന്നും മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. നമ്മൾ അവിടെ ചിലപ്പോൾ തോറ്റു പോയിട്ടുണ്ടാവും, നമ്മൾ ആർഗ്യുമെന്റിൽ പെട്ടുപോയിട്ടുണ്ടാവും. എന്നാലും സാരമില്ല, ഞാൻ ഇതിന് മാറ്റം വരുത്തിയേ അടങ്ങൂ എന്നൊരു ആഗ്രഹം നിലനിർത്തത്തോളം കാലം നമുക്കതിന് യൂണിവേഴ്സ് വഴിയൊരുക്കും. അപ്പൊ അത്തരം സന്ദർഭങ്ങൾ സാറ് പറഞ്ഞതുപോലെ, സാറ് പറഞ്ഞ നല്ലൊരു ടെക്നിക്ക് തന്നെയാണ്. എഴുന്നേറ്റ് പോവുക. കാരണം ആവശ്യമില്ലാതെ എനിക്ക് അവളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ തർക്കിക്കാൻ താല്പര്യമില്ല എന്ന് പോയിട്ട് ഒന്ന് ശാന്തമായിട്ടിരിക്കുക. എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും തിരിച്ചു വന്നിട്ട് സംസാരം തുടങ്ങും. എന്നിട്ടും സാറ് ദേഷ്യം വരികയാണെങ്കിൽ വീണ്ടും എഴുന്നേറ്റ് പോവാം. പതുക്കെ 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 സാറ് പറഞ്ഞതുപോലെ ആദ്യം നമ്മുടെ ഇതൊക്കെ കേട്ട ഉടനെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ തുടങ്ങുക എന്ന് പറഞ്ഞതുപോലെ ഇത് സാറിന് സാധിക്കും. കാരണം സാറിന്റെ മനസ്സിലുള്ള ആഗ്രഹം അത്രത്തോളം ഉണ്ട്. അതിന് യൂണിവേഴ്സ് ഒപ്പം ഉണ്ടാവും. ഞങ്ങൾ എല്ലാവരും സാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിൻസെന്റ് സാർ ധൈര്യമായിട്ട് മുന്നോട്ട് വന്നോളൂ. ഞങ്ങൾ എല്ലാവരും കൂടെ എന്റെ പ്രാർത്ഥനയോട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ടീം. അപ്പോൾ നമുക്ക് ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. പ്രവീണ മാം, ഈ ഒരു നല്ലൊരു സെഷൻ എടുത്തതിന് താങ്ക് യു സോ മച്ച്. ഇതുപോലത്തെ ഒരുപാട് ടോപ്പിക്സുമായിട്ട് മാമിന് വരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ഓക്കെ, ബൈ. താങ്ക് യു പ്രവീണ മാം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. Thank you. Thank you all.